ഹലോ വെൽക്കം ടു എ വെരി സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ വെരി സ്പെഷ്യൽ എന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം ഇത്രയും കൊല്ലമായിട്ടും ഞാൻ ഒരു ഫോട്ടോഷൂട്ട്, അതായത് ഓണത്തിനോ വിഷുവിനോ അങ്ങനെയൊന്നും ഫോട്ടോഷൂട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ ഒരു കുട്ടി ഫോട്ടോഷൂട്ട് ഉണ്ട്. വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി അറിയാം, എന്നാലും ഇപ്പോഴാട്ടോ ഈ സമയം കിട്ടിയത്. കുറച്ച് അസുഖങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഇതിലായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണല്ലോ, അപ്ലോഡ് ചെയ്യാൻ കരുതി. അപ്പോൾ എൻ്റെ അമ്മയുടെ ഓഫീസിൽ ഒരു 6-7 പേരും പിന്നെ ഞാനും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫറിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു കുട്ടി ഫോട്ടോഷൂട്ട് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് രാവിലെ ഒന്ന് നേരത്തെ എണീച്ചു. കാരണം കുളിച്ച് റെഡി പൂക്കളൊക്കെ ഇട്ടിട്ട് വേണമല്ലോ നമുക്ക് അവരെത്തുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ. അങ്ങനെ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇതാ ബെഡൊക്കെ സെറ്റാക്കി കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ നേരത്തെ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് നമുക്ക് താഴെപ്പോട്ടൊരു ഫേസ് പാക്കൊക്കെ ഇടാം ഗൈസ്. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പായി വന്നിട്ടുണ്ട്. നമുക്കിനി മുകളിലെന്തെങ്കിലും ഫേസ് പാക്കോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ വിചാരിക്കുന്നുണ്ട് ഓട്സും തൈരും കൂടിയിട്ട്, ഓട്സ് പൊടിച്ചതും തൈരും കൂടി അപ്ലൈ ചെയ്യാനാട്ടോ വിചാരിക്കുന്നത്. നോക്കട്ടെ, താഴെ പോയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ ആദ്യം. ഞാൻ കിച്ചണിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്സ് പൊടിച്ചതും കേർഡും കൂടിയിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. അമ്മ ഓൾറെഡി അപ്ലൈ ചെയ്തു, ഞാനും കൂടി അപ്ലൈ ചെയ്തിട്ട് എല്ലാം പെട്ടെന്നാക്കാം നമുക്ക്. അപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ്സ് ആണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ലൊരു സ്ക്രബ്ബാന്നൊക്കെ പറയുന്നത്. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോകുമെന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടിയാൽ അത്രയും മതി നമുക്ക്. എന്താ റിസൾട്ട് നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട് ഇന്നലത്തെ പൂക്കളൊക്കെ ഒന്ന് വാരി കളയാം. എന്നിട്ട് പുതിയ പൂക്കളം കുഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് ആ പണികളൊക്കെ വേഗം ചെയ്തേക്കാം. പൂക്കളം വാരിക്കളയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോൾ ഇവിടെ പൂക്കളല്ല. അതിൻ്റെ അച്ഛൻ മാറ്റി വെച്ചിട്ടുണ്ടാവുന്നു. പിന്നെ ഇതാ പുറത്തോട്ട് നോക്കും. നമുക്ക് 6-ാം തീയതി ഇവിടെ ഒരു ക്ലബിൻ്റെ ഓണ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എൻ്റെ മരങ്ങളൊക്കെ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അച്ഛൻ എന്തായാലും ഈ പൂവൊക്കെ വാരി കളഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ഇന്നിടാതെ പൂക്കളത്തിനുള്ള പൂവൊക്കെ ഒന്ന് പറിച്ച് വയ്ക്കാം. സാധാരണ തലേദിവസം പറിച്ച് വയ്ക്കാറുണ്ട്, പക്ഷേ ഇന്നലെ ഞാൻ ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പണി ചെയ്ത് വെച്ചാൽ നമുക്ക് കുളി കഴിഞ്ഞ് വന്നാൽ പൂക്കളം വേഗം ഇടാലോ. അപ്പോൾ ജസ്റ്റ് ആ പണി ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ അങ്ങോട്ട് ഷടപടേന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ മഞ്ഞപ്പൂവും ചുവന്നപ്പൂവും ഒക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ ഈ മഞ്ഞപ്പൂവും ചുവന്നപ്പൂവെന്നും പറയാൻ കാരണം ഞാൻ എൻ്റെ പേര് പറഞ്ഞു വരുമ്പോൾ മിസ്റ്റേക്കായി പോയാലോ. ചെണ്ടുമല്ലി ആണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഈ റോസാപ്പൂവ് അതേപോലെ വെള്ള കളർ പൂക്കളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ പറിച്ചാൽ എളുപ്പമാണ്. പക്ഷേ ഈ വാടാമല്ലി മാത്രം നമുക്കിങ്ങനെ പൊട്ടിച്ചിടാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അതിന് മാത്രമേ ഇച്ചിരി സമയം എടുത്തുള്ളൂ. തലേ ദിവസമാണ് ഞാൻ അത് സാധാരണ ചെയ്ത് വെക്കാറ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റ് ആവണോണ്ട് അതിന് പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി കുളി പാസ്സാക്കി വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് നമ്മൾ കളഞ്ഞപ്പോൾ ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നേരെ പൂക്കളിടാതിരിക്കാം. തീരെ ചെറുതാവരുത്, എന്നാൽ ഭയങ്കര വലുപ്പം വേണം. കാരണം നമ്മൾ ഇന്ന് പൂക്കളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പൂക്കളം കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഭംഗിയാണ്, അതേപോലെ കളർഫുൾ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കുറച്ച് വലിപ്പത്തിലൊരു പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് കഴിക്കാൻ പുട്ടും ചെറുപയറായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ പഴം പുഴുങ്ങൊക്കെ ചെയ്യാറ്. പക്ഷേ ഇന്നെന്തായാലും നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഫുഡ് വേണമല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ കൃഷ്ണനെ കണ്ടില്ലേ, കൃഷ്ണനച്ഛൻ നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീരു ചേച്ചിയാണിത്, പിന്നെ ലിമീന്ന് പറഞ്ഞ ചേച്ചിയുടെ ഉണ്ണിയാട്ടോ അത്. അങ്ങനെ നമ്മൾ ഊഞ്ഞാലിൻ്റെ അവിടെ പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ തൂക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ തൃപ്രയർ പോയപ്പോൾ വാങ്ങിച്ച പൂക്കൂടെ ആട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കോളാമ്പി പൂക്കളും അങ്ങനെയൊക്കെ ആക്കിയിട്ട് അത് നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മലയാളി മംഗന്മാരും മണിഞ്ഞൊരുങ്ങി സുന്ദരികളായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് വളരെ ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1.25 മണിക്കൂറിനുള്ളിൽ ഇത്രയും പേരെ ഫോട്ടോസ്, ഗ്രൂപ്പ് ഫോട്ടോയും പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചെയ്തെടുക്കണമായിരുന്നു. ഫോട്ടോഗ്രാഫർ അത്ര നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വേഗം അതൊക്കെ കഴിഞ്ഞ് ഒരു 9:30-10 മണിക്ക് ആയപ്പോഴേക്കും ഇറങ്ങി കേട്ടോ എല്ലാവരും കൂടി. അച്ഛൻ ഞങ്ങളെ യാത്രയ്ക്ക് നിൽക്കുമായിരുന്നു. അങ്ങനെ കാറിൽ ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു. കുറച്ച് പേര് അമ്മയുടെ ഓഫീസിൽ ഇറക്കി കൊടുക്കാനും, അമ്മയുടെ ജംഗ്ഷനിൽ കേട്ടോ അമ്മയുടെ ഓഫീസ് HDFC ലൈഫ് ഇൻഷുറൻസ്. എനിക്ക് അവിടെ തന്നെയായിരുന്നു ബസ്സും. അങ്ങനെ ഞാൻ ബസ്സൊക്കെ കയറി നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തസ്ന അവിടെ ഏതോ ഒരു പേഷ്യൻറ്റിനെ TMT ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ വേഗം കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇടയിൽ വിശന്നപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട്ലറ്റും കോഫി ഹൗസിൽ നിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബിക്കോസ് സാറ് കേസ് വേണ്ടത് എത്തിയിട്ടില്ല. അപ്പോൾ സമയം 12:30-12:45. അപ്പോൾ സാറ് ഇനി ഫുഡ് കഴിച്ച് വന്നാൽ OP കുറച്ച് നേരം നോക്കിയിട്ടൊക്കെ നമ്മൾ കഴിക്കാൻ പോകുള്ളൂ. ചിലപ്പോൾ അപ്പോഴത്തേക്ക് നല്ല തിരക്കാവും. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചിട്ട് വരാം. പിന്നെ എന്തായാലും OP നേരത്തെ തീരില്ല, ലേറ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് നേരത്തെ OP തുടങ്ങി. കാരണം ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം കലാപരിപാടികളൊന്നും ഇല്ല. കാരണം നമ്മുടെ അടുത്തൊരു സാറ് മരിച്ചു, അതുകൊണ്ട് ഇല്ല പരിപാടികൾ. അപ്പോൾ നമുക്ക്
OP ഉണ്ട്, വൈകുന്നേരം വരെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ പോവാൻ 6 മണി 7 മണി ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് വേഗം കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവാട്ടോ. നമ്മുടെ 2nd ഫ്ലോറിലാണ് സദ്യ കൊടുക്കുന്നത്, അവിടെ ആട്ടോ സദ്യ കൊടുക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ കഴിഞ്ഞ പോലത്തെ പോലെ സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് സദ്യ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അരി ഞാൻ കുറേ കഴിക്കാത്ത അരി ആട്ടോ, മീൻസ് ഈ നീളമുള്ള അരിയിൽ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. പായസമൊക്കെ കുടിച്ചോട്ടെ, 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു, പഴം പായസം പാലട പായസം. അങ്ങനെ ഇതാ പോയി ഡ്യൂട്ടി കഴിയാൻ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ പൂ വാങ്ങാൻ പോയിട്ടോ. വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ. 1/2 മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ബസ് കിട്ടിയത്. അപ്പോൾ വീട്ടിലെത്തിയത് നല്ല തിരക്കായിരുന്നു. എന്തായാലും പൂക്കളൊക്കെ വാങ്ങിച്ചെത്തിയിട്ടുണ്ട്. നമ്മളിനി 9 മണിക്ക് ഹൃദയപൂർവ്വത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഫുഡൊക്കെ കഴിച്ച് മേലേക്ക് ഡ്രസ്സ് മാറിയിട്ട് സിനിമയ്ക്ക് പോവാം. അങ്ങനെ ഇതാ ഞാൻ ഫുഡൊക്കെ കഴിച്ച് മേലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം സിനിമയ്ക്ക് പോകാം കേട്ടോ. അപ്പോൾ സമയം 8:45 അപ്പോൾ ഗുരുവായൂരാണ് തിയേറ്ററിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇറങ്ങാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഗുരുവായൂരിലെ ദേവകി സിനിമാസിലെത്തിയിട്ട് ഹൃദയപൂർവ്വം ആട്ടോ കാണാൻ പോകുന്നുണ്ട്. അച്ഛൻ മോഹൻലാൽ ഫാനായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ മോഹൻലാൽ മൂവീസും ഞങ്ങൾ കാണട്ടോ. പടം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി വേഗം കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ നമുക്ക് ഉത്രാടാണ്. അപ്പോൾ രാവിലെ കായക്കൊല സമർപ്പിക്കാൻ പോകണം ഗുരുവായൂർ. അപ്പോൾ കുറച്ച് നേരത്തെ എണീക്കണം. അപ്പോൾ അത്രയുള്ള സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഭയങ്കര ഓവറായിട്ടുള്ള ഒന്നുമില്ല, മീൻസ് ഒരേ ഒരു ട്രാക്കിലൂടെ പോകുന്ന ഒരു സിനിമ, കുറച്ച് ഹാപ്പിനെസ്സും അങ്ങനത്തെ ഉള്ളൊരു സിനിമ. അപ്പോൾ നല്ല സിനിമ കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.